കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ.ഡി. നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും ഇ.ഡി. കേസിനെ നേരിടുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്കും സർക്കാരിനും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും എം.വി. ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. CPM-നെ ഒരു പ്രതിയാക്കി കളയാമെന്ന ധാരണയോടുകൂടി ഇ.ഡി. മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുൻപും ഇ.ഡി. 193 കേസെടുത്തു. 2 കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടത്. തൃശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും CPM വെറുതെ വിട്ടിട്ടില്ല. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നാണ് കരുതുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇ.ഡിയുടെ കണ്ടെത്തൽ ആരാണ് അംഗീകരിക്കുന്നത്? രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇ.ഡി. ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ CPM-നെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇ.ഡി. മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ.ഡി. യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ഇ.ഡി. 2-3 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക. കേസിൽ CPM-നെ കുരുക്കിലാക്കിയാണ് ഇ.ഡി. ഇന്ന് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. 3 CPM മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതികൾ. പാർട്ടിയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. K. രാധാകൃഷ്ണൻ, A.C. മൊയ്തീൻ, M.M. വർഗീസ് തുടങ്ങിയ CPM നേതാക്കളെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPM പാർട്ടി കേസിൽ 68-ാം പ്രതിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷ കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടിയുണ്ട്. ഇതോടെ കേസിലാകെ പ്രതികൾ 83ആയി. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് ഇ.ഡി. ആരോപിക്കുന്നത്. 128 കോടിയാണ് പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.